ഹലോ ഗായ്സ്, എല്ലാവർക്കും മല്ലൂസ് പൊന്നൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ചെമ്മീൻ മുളകിട്ട് വറ്റിക്കുകയാണ് കേട്ടോ. അതിന് നമ്മൾ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ, ഞങ്ങൾ വെളിച്ചെണ്ണ ഇട്ട് ഉപയോഗിക്കുക. കറി വെക്കാൻ എപ്പോഴും എല്ലാവരും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അതിലേക്ക് ഒരു തക്കാളി, 2 തക്കാളി, 2 പച്ചമുളക്, ഒരു സവാള, ഒരു 2 വേപ്പിൻ്റെലും കൂടി ഇട്ടിട്ട് ഒരു അര സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക്, ഒരു 2 സ്പൂൺ കുരുമുളകുണ്ട്, എരിവിനനുസരിച്ച് എടുക്കട്ടെ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചും ഒരു 4 വെളുത്തുള്ളിയും കൂടിയിട്ട് മുളക് ചതച്ചിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളകും പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉപ്പ് കുറച്ച് ആദ്യം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ഉപ്പ് മതി. അതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി, കുതിർത്തി വെച്ച പുളി അതിലേക്ക് പിഴിഞ്ഞെടുക്കുക, ഒരു സ്വല്പം മതി. എന്നിട്ട് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ നല്ല വേവുള്ളത് കൊണ്ട് തന്നെ ചെമ്മീൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ചെമ്മീൻ വെന്ത് വരണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ നമ്മളതൊന്ന് മൂടി വെക്കണം. ചെറിയ സിമ്മിലിട്ടിട്ട്, ചെമ്മീൻ നല്ല വേവുള്ളതാണ്, അല്ലെങ്കിൽ വയറിന് പണി കിട്ടും. അപ്പോൾ 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെമ്മീൻ കറി ഇവിടെ വറ്റി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ചെമ്മീൻ മുളകിട്ടതാണ്, ചെമ്മീൻ മുളകിട്ട് വറ്റിച്ചത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളിയായിട്ടുണ്ട് ചെമ്മീൻ കറി, നല്ല അടിപൊളി ടേസ്റ്റാണ് ചെമ്മീനിന്. നമുക്ക് 2 വേപ്പിൻ്റെ ഇല ഇട്ടിരുന്നു, വേപ്പിൻ്റെ ഇല അല്ലി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.